Hi friends, welcome to Biju's Kitchen and Vlog. അപ്പോൾ നമ്മൾ ഇന്നൊരു വെബ് സീരിയൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ പേരാണ് നാണിയും നാണവും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിനക്കിപ്പോ സമാധാനം എടാ നീ എന്നോട് കളിച്ചാ നീ കളി പഠിക്കും. അത്രക്കായ നീ ഇന്ന് ഞാൻ പറഞ്ഞപ്പോ അവന്റെ വായയില് നാക്കില്ലാണ്ടായി പോയിരുന്നു. നിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ ചീത്ത പോലെയുള്ള ആൾക്കാർ തോന്നുള്ളൂ. അത് ശരി. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ തോന്നണ്ടെങ്കിൽ എന്റെ ബുദ്ധിമുട്ട് എനിക്ക് എന്തുകൊണ്ടാണ് കാണിച്ചു കൂട്ടണത്? ബാക്കിയുള്ളവൻ പണ്ട് കരികല്ലുണിക്കോട്ട് കഷ്ടപ്പെട്ടിട്ട് ആകെ കിട്ടിയേക്കണ ചുമയാണ്. വർത്താനം പറയാൻ നിൽക്കണം. ഈ കൊറോണ കാലമൊക്കെയാണ് നീ മാസ്കൊക്കെ വെച്ചിട്ട് പുറത്തോട്ട് മേടിക്കാൻ വല്ല കാശും കൂടി ഇരിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പണിക്കോട്ട് കൊണ്ടുവന്നില്ലേ ഞൊണ്ണോട്ട് വന്നില്ലേ? അതെന്തിയത്? അതങ്ങനെ തന്നെ മേടിച്ചിട്ട് പോയല്ല. ആര് മേടിച്ചിട്ടുണ്ട്? ഇവരുടെ ഷാപ്പില് അതൊന്നും പറഞ്ഞു. ഞാനാ? എനിക്ക് ഇതിന്റെ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയി അവിടെ തോന്നുന്നു. എന്റെ അടുത്ത് ദോഷം കെട്ടാന്നുണ്ടെങ്കിൽ കാലെ പിടിച്ചാൽ മടലിലെ അടിക്കും ഞാൻ. അയ്യോ അതിനിപ്പോ ഒക്കെ പ്രായം ഇരിക്കണത് നിങ്ങള്. ബാക്കിയുള്ളവൻ പണിക്കും പോയി വന്നു വല്ലാതെ തിന്നാൻ കൊടുത്തിട്ട് എന്നില്ല കാര്യങ്ങളൊക്കെ അറിയണ്ടേ? എന്ത് കാര്യങ്ങൾ അറിയണമെന്നാണ് നിങ്ങൾ എന്തുട്ടാണ് ഈ പറയണത്? എന്ത് കാര്യങ്ങൾ എന്റെ അറിയണമെന്നാണ് ഈ പറയണത്? നീ റേഷൻ കടക്കാരൻ ചന്ദ്രനായിട്ടുള്ള ഇതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നോട് കുട്ടപ്പം പറഞ്ഞു. ഈ പ്രായത്താ ഇതിനെന്ത് പ്രായിരിക്കണം? ഒന്ന് കോഴിയുടെ പറഞ്ഞു. നിങ്ങളൊക്കെ ആദ്യം തന്നെ നന്നാവും. കമ്മലിട്ടു മാലയിട്ട് നടക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പണ്ട് കാലത്ത്. അല്ലാണ്ട് നിങ്ങളുടെ ഒരു ഓശാരമം കിട്ടിയിട്ട് ചെയ്താക്കണല്ലേ ഇതൊക്കെ. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യം നീ പറയൂ. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടപ്പോ നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൈ കാണാനൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയേക്കാണ്. നിങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിയതല്ലേ ഇത്? അല്ലാണ്ട് നിങ്ങൾ വല്ലതും ഉണ്ടാക്കി ഇട്ടാക്കണേണ് ഈ കാര്യങ്ങള്. അച്ഛനെ പറ്റി ഒരു കാര്യം മിണ്ടരുത്. എന്റെ അച്ഛനെ പറ്റി ഉള്ള കാര്യം ഞാൻ പറയാം. കയ്യിലെ വീട്ടിൽ അച്ഛനിട്ട് വിളിക്കരുത്. അച്ഛനെ എന്റെ പേര് അച്ഛന്റെ പേര് ഇവിടെ ഒന്നും മിണ്ടരുത്. ഔട്ട് ഞാൻ പുറങ്ങല്ല വെച്ച് ഏതാണ് ഈ താടി വെച്ച കൊടുത്താടിയത്? മാസ്കാണ്. താടി ഏതാണ് മാസ്ക് ഏതാണെന്ന് മനസ്സിലാവുള്ളല്ലോ ഇപ്പൊ. നമസ്കാരം. എന്താണ്? ഞാനേ ഇവിടെ ആരോഗ്യ വകുപ്പിന്നാണ്. ആരോഗ്യമൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയൊക്കെ പറയണം. മോങ്ക് വന്ന് കേറിയിരിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നാ. കണ്ണി കണ്ട ആൾക്കാരെയൊക്കെ വിളിച്ച് കഥയിട്ടാനായിട്ട് നിന്റെ റെഡി. നിങ്ങൾ അങ്ങനെ അകത്തോട്ട് പോകുന്നു. ശരി. ചേച്ചി ഞാനേ ആരോഗ്യ വകുപ്പിന്ന് വരുന്നാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാന്ന് ചേച്ചി വന്നാ. അല്ലേട്ടാ ഇവിടെ ആർക്കെങ്കിലും ചുമയോ പനിയോ കഫക്കെട്ടോ എന്തെങ്കിലും കൊണ്ടുവന്ന് അറിയാൻ വേണ്ടി വന്നാ. ഈ ചുമകളുടെ മോൻ പേടിക്കണ്ട. ഇത് കെട്ടിക്കൊണ്ടെന്ന കാരണം പോലുള്ളത് എന്താണ് വന്ന കാര്യം പറ. അല്ല ഇവിടുത്തെ ആർക്കെങ്കിലും പനിയുണ്ട്. ഇപ്പൊ ചേട്ടന് ചുമയുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ മക്കളൊക്കെ എന്ത് ചെയ്യണ്? പുറത്താണോ? എത്ര മക്കളുണ്ട്? മക്കള് 4 പേര്. എന്റെ അറിവില് 2 ഉള്ളൂ. 4 പേര് ഇവിടുന്നാണ്. ഇവളങ്ങനെയൊക്കെ പറയും. 4 എന്നൊക്കെ പറയണ്ട്. എവിടെന്നാടി 4 നിനക്ക്? മരുമക്കളെയും കൂട്ടിയാണ് പറഞ്ഞത്. ശരിക്കും എത്ര മക്കളുണ്ട്? 2 മക്കള്. 2 ഇവള് പറഞ്ഞ മരുമക്കളുടെ അവരെയൊക്കെ മക്കളായിട്ട് കൂട്ടാൻ പറ്റുമോ? മരുമക്കളെയൊക്കെ മക്കളെ പോലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് തിളപ്പിച്ചു തരാത്ത അവരെയൊക്കെ മക്കളായിട്ട് ഞാൻ കാണൂല. എടോ താനേ വന്ന കാര്യം പറ. മക്കളെയൊക്കെ ഞങ്ങൾ കണ്ടോളാം. ഗൾഫിലാ? എന്താണ് പറയടി?
എൻ്റെ മക്കളുടെ കാര്യം മൂത്തവൻ കപ്പലിൽ കച്ചവടം പിന്നെ കപ്പലിൽ കച്ചവടം ബിസിനസ് എന്നൊക്കെ ഇവിടെ പറയും. അവിടെ ബീച്ചിൽ കപ്പലിൽ കച്ചവടം തന്നെ ഇവിടുത്തെ പോലെ തന്നെയാണ്. അതും ബിസിനസ് അല്ല ചേച്ചി, വന്നൊരു കാര്യമുണ്ട്. ചാരായം മാറ്റി പിടിച്ച് സർക്കാർ പുറത്തിറക്കി ആരടക്ക് വിളിച്ചോറി ഇവളുടെ അല്ലേ മോൻ. ചാരായം പാടില്ല. ഇവള് എന്നെ പഠിപ്പിക്കണമെന്നേ. ചേച്ചിക്ക് എന്തായിരുന്നു പണി? ഇവൾക്ക് ചാരായം മാറ്റി തന്നെ. ഇവള് പണ്ട് ചാരായം മാറ്റിയായിട്ട് നടന്നിട്ട് എന്നെ കെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കൂലായിരുന്നേ. കാരണം ഇവള് വാറ്റണ ചാരായം മുഴുവൻ പുറത്തു കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല, മുഴുവൻ ഞാൻ തന്നെ കുടിക്കും. അതൊന്നുമില്ലല്ലോ, മുമ്പ് വണ്ടേ ഉണ്ട്, പണ്ട് പട്ടാളത്തിലായിരുന്നു. ഇവള് കുടുംബശ്രീക്കും ഉണ്ട്. എന്തിനാണ് ഈ കുടുംബശ്രീ? എന്ത് പണി? തൊഴിലുറപ്പ് കേൾക്കണം. കുടുംബശ്രീയുടെ കാര്യങ്ങൾ കുറ്റം പറയരുതിട്ട് നിങ്ങൾ. കുറ്റം പറഞ്ഞല്ലേ മോൻ കേക്ക്. ഞാൻ 5000 രൂപ കുടുംബശ്രീന്ന് കട കൊടുത്തിട്ട് ഈ മാങ്ങ അച്ചാറ്, ഇഞ്ചി അച്ചാറ്, ഉള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കിയില്ലേ? ഞാനേ പുരുഷ സംഘത്തിൽ 10,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട് അത് കുഴിച്ചിടാൻ. പറയുന്ന കാര്യമില്ല. കുടുംബശ്രീ എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ കൊഴലപ്പം അച്ചപ്പവും പഴമൊക്കെ തിന്ന് മറ്റുള്ള കണ്ണി കണ്ട ആൾക്കാരെ കുറ്റവും പറഞ്ഞ് ഈ പറമ്പിലെ പുല്ലൊക്കെ കണ്ട, ഈ കാട് പിടിച്ചെടുക്കണണ്ട. സ്വന്തം വീട്ടിലെ പറമ്പിലെ പുല്ലൊന്ന് കണ്ണി കണ്ട വീട്ടിലെ ശരിയാക്കാൻ നടക്കണത് ശരിയാണ്? ഇവളുടെയൊക്കെ പണി എന്തു ഇവളെയൊക്കെ പറഞ്ഞ കാര്യം പറയാനും പണ്ട് പട്ടാളത്തിലായിരുന്നു. ചപ്പാത്തി പത്തല് അവിടെ മെയിൻ മേജർ ലീവിന് മുമ്പേ അയാളുടെ ചാർജ് എനിക്കാ. മെയിൻ ചാർജ് എനിക്കാ. കൊല്ലം ഞാൻ നിന്നെ പാലക്കാട് അല്ല പാകിസ്ഥാനില്. അപ്പൊ ഞാൻ അതിർത്തിയിലിരിക്കണ സമയത്ത് പാകിസ്ഥാനിലും കുക്കല്ലടി ഡോക്ടർ പൊക്കേ പൊക്ക് ഞാൻ. ചേട്ടന്റെ ശരീരം കണ്ടല്ലേ പണിയെടുത്ത് വെടിവെച്ച് ചുമന്നില്ലേ പരിപാടി. അപ്പൊ പിന്നെ ശരീരം ഇവളതും പറയാനപ്പുറം പറയും. അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളക്കാരെല്ലാം മെയിൻ ആള് ഗബേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ ആള്. അയാള് ഞാൻ അതിർത്തിയിലുണ്ടെങ്കിൽ കാവലുണ്ടെങ്കിൽ അവൻ വരൂല. പേടിയാണ് എന്നെ പേടിയാണെന്ന്. ഞാനല്ല ഭീകരൻ, ആ ഭീകരൻ അവനാണ്. എന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തോക്കെടുത്ത് വിളിച്ചു ഞാൻ കൊല്ലും. ഞാൻ ഇതെന്റെ മൂന്നാമത്തെ കെട്ടിയാളാണ്. 2 വേറെ കെട്ടി കല്യാണം കഴിച്ചത്. 3 കെട്ടി, ഇത് മൂന്നാമത്തെ. ഈ കട്ടൻ ചായ തിളപ്പിച്ചപ്പോ മധുരം കൂടി പോയി. അപ്പൊ തന്നെ ഞാൻ വെടിവെച്ചു വന്നുള്ളത്. അത് എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നേ. അപ്പൊ നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ഇപ്പൊ തോക്കില്ല എൻ്റെ കയ്യിൽ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ വെടിവെച്ചു വന്നുള്ളത് തന്നെ. ഇവളാ ഞാൻ വെടി വെച്ച് വന്നുകളാത്ത എന്താന്ന് പറയുമോ? ഇവളെനിക്ക് ഇഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും. രണ്ടാമത്തെ ഭാര്യ മലപ്പുറത്തുനിന്ന് കിട്ടിയത്. മലപ്പുറത്ത് അത് ഇവളെക്കാളൊക്കെ നല്ല ഗ്ലാമറായിരുന്നു. മലപ്പുറം നല്ല ഇപ്പൊ പോയി. മലപ്പുറത്തുനിന്ന് നല്ല ബിരിയാണി കഴിക്കാന്ന് വെച്ചാണ് അവിടുന്ന് കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളോട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു. ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്ന് നോക്കിയപ്പോ കോഴി വെന്തിട്ടില്ല. ഇല്ല കോഴി വെന്തിട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ ഇവിടെ വെച്ച് വന്നു. എന്നെ എത്ര പ്രാവശ്യം വെടിവെക്കാൻ വന്നാണ്. ഇതൊക്കെ ബുള്ളറ്റ് പ്രൂഫാണ്. ഇതൊക്കെ എന്റെ രക്ഷ നോക്കി ഞാൻ ഓടിക്കളയും. കേസൊക്കെ ഉണ്ടായി. അവര് ആങ്ങളമാരും അപ്പനക്കാരൊക്കെ വന്ന് കേസ് കൊടുത്തു. ചോദിക്കാനൊക്കെ വന്ന് അവരെയും വെടിവെച്ച് വന്നു. അവര് 6 പേരുണ്ട്. 6 പേരെയും ഒറ്റയടിക്ക് വെടിവെച്ച് വന്നു. കേസ് കൊടുത്ത് അവിടുത്തെ പോലീസ് അന്വേഷിച്ചു വന്നു. പോലീസുകാരൊക്കെ ഓടിക്കളഞ്ഞു നോക്കെടുത്തപ്പ. കോടതിയും വക്കീലൊക്കെ ഇങ്ങോട്ട് വരും. എന്ത് ധൈര്യം ഉറപ്പിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ വെടിവെച്ച് വന്നളയൂലേ എന്റെ അടുത്ത് വരും. നാട്ടുകാരൊന്നും ഒന്നും ചോദിച്ചു. ഞാനിപ്പോ എന്റെ അറിവിലൊരു പട്ടാൾക്കാരടക്കം ഒരു പാകിസ്ഥാൻ പട്ടാൾക്കാരടക്കം ഒരു 10-82 പേര്
83 അല്ല അപ്പൊ ചേച്ചി എന്ത് ധൈര്യത്തിലാണ് ജീവിക്കുന്നത്? ഇവൾക്ക് പേടിയൊന്നുമില്ല, ഇവൾക്ക് പേടിയൊന്നുമില്ല. വേണ്ടി വന്ന് ഇവളെ കൊള്ളില്ല, എന്നിട്ട് വേറെ കിട്ടും. കിട്ടുമോ? പിന്നല്ലാണ്ടും ഈ ചുമയും വെച്ചോണ്ട് ചുമയൊന്നും ആ സമയത്ത് വരൂല. ഞാൻ അനുഭവിക്കണം. മോനിപ്പോ ഉച്ചയില്ലേ? ഇനിയിപ്പോ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ച് ചോറ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. ആ മനോരമ പോണവരൊക്കെ വിളിച്ച് ചോറ് കൊടുക്കാൻ ഇതെന്താടി ആരുടെ ഇതിൻ്റെ ആ പറടി ആരാണ്? അല്ല ഞാൻ പറഞ്ഞെന്നുള്ളു, ഇവളെ ചെറിയ പ്രശ്നക്കാരിയാണ്. അതല്ല അത് താനെന്തിനാണെന്നൊക്കെ അറിയണത്. തനിക്ക് ചോറ് വേണോ? എടേ ആ കറി എന്താണ്? കറി ഉണ്ടാക്കണം. എന്തുണ്ടാക്കാൻ? നീ അവിടെ ഇരിക്കണ, അവിടെ ഇരിക്കണ. എന്താടി കറി? എന്ത് കറി ഉണ്ടാക്കാം? ആറാ കഴിഞ്ഞാഴ്ച മേടിച്ച കൊന്നില്ലേ? ഒരു കാര്യം ചെയ്യ്, ഒരു കത്തി എടുത്തോണ്ട് വരുമോ? ഒരു കത്തി എടുത്തോണ്ട് വരി. എന്ത് ചെയ്യുമെന്ന് കാണിക്കാല്ല കാണാനില്ല. കത്തിക്ക് മൂർച്ചണ്ട, അവിടെ ആ താറാവിനൊന്ന് കൊന്നുതരുമോ? എനിക്ക് ചോര കണ്ട തല ഇറങ്ങൂടാ. ഇവനിതെവിടെ പോയി? അവൻ അവരുടെ രക്ഷ നോക്കി പോയി. ഇപ്പൊ അവൻ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിനക്ക് അവന്റെ കൂടെ പോവാൻ ഞാൻ എന്തായി? എനിക്കങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമോ? നിങ്ങളുടെ ഒടുക്കത്തെ തള്ളുകഥ കേട്ട് ചാകാനായിരിക്കുള്ള എന്റെ വിധി.